എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇടയ്ക്കിടയ്ക്കുള്ള ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം പലർക്കും പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കെങ്കിലും ചെറിയ പനിയോ കോൾഡോ നെഞ്ചടപ്പോ കഫക്കെട്ടോ ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകേണ്ടതാണ്. ഡോക്ടറെ കണ്ട് വിശദമായ ചികിത്സ നേടിയിരിക്കണം. ഇല്ലെങ്കിൽ അത് മറ്റുള്ള രോഗങ്ങളിലേക്ക് വഴിതെളിക്കും. പ്രത്യേകിച്ച് ന്യൂമോണിയ എന്ന ഒരു മാരക രോഗത്തിലേക്ക് മാറും. അത് വളരെ ശ്രദ്ധിക്കണം. അത് വരാതിരിക്കണം എങ്കിൽ അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തേണ്ടതാണ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ മഴ, ചിലപ്പോൾ ചൂടുള്ള കാലാവസ്ഥ ഇവ മാറി വരുമ്പോൾ ശരീരത്തിനും അതിൻ്റെ ആഘാതം ഏൽക്കാറുണ്ട്. സോ പലരിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഈ മേൽപ്പറഞ്ഞ അസുഖങ്ങൾ പലരിലും കണ്ടുവരുന്നു. നാം ചെയ്യേണ്ട പ്രധാന കാരണം, ഒരു ചെറിയ അസുഖം വന്നാൽ അതിനെ നാം നിസ്സാരമായി കാണരുത്. അത് അവസാനം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇന്നത്തെ ചികിത്സാ രീതിക്ക് വെച്ച് ഒന്നാമത് വളരെ കോസ്റ്റ്ലിയാണ്. സോ ചെറിയ രോഗങ്ങൾ ആരംഭത്തിൽ തന്നെ പ്രാഥമിക രോഗത്തിൽ പോയാൽ അവിടെ വലിയ നമുക്ക് ചിലവ് വരുന്നില്ല. ഫ്രീ ആയി മെഡിസിൻ കിട്ടും, ഫ്രീ ആയിട്ടുള്ള ചെക്കപ്പ് ഉണ്ടാകും. അപ്പോൾ അത് കഴിയുന്നതും ഉപയോഗിക്കുക. അതല്ലെങ്കിൽ കുറച്ചുകൂടെ മോശമായ ലെവൽ വന്നാൽ പിന്നെ പോണത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും. അവിടെ ഹ്യൂജ് ചാർജസ് ആയിരിക്കും വഹിക്കേണ്ടി വരുന്നത്. ഒന്ന്. രണ്ടാമത്, ഒരാൾക്കൊരു അസുഖം ബാധിച്ചാൽ അത് നോർമലാണെങ്കിൽ അവർക്ക് സ്വയമേ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി അതിൻ്റെ പ്രതിവിധി തേടാം. മറിച്ച് കുറച്ച് മൂർച്ഛിച്ച അവസ്ഥയാണെങ്കിൽ ഈ ഒപ്പം മറ്റൊരാളും കൂടെ വീട്ടിലുള്ള ഒരു മെമ്പർ കൂടെ പോകേണ്ടി വരുമ്പോൾ രണ്ടുപേരുടെ ജോബ് നഷ്ടപ്പെടുകയാണ്. അവർക്ക് വർക്ക് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. ചിലർ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അവർക്ക് ശമ്പളം കിട്ടില്ല. അപ്പോൾ അറ്റ് ദ എൻഡ് മാസാവസാനം അതിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. സോ എല്ലാ പൊതുജനങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചെറിയ അസുഖമുണ്ടെങ്കിൽ കഴിവതും വേഗം ഹോസ്പിറ്റലിൽ കാണിക്കുക. ആരോഗ്യമുണ്ടെങ്കിൽ തന്നെ ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്തൊക്കെ ഒന്നുകൊണ്ട് വിശ്വാസം നല്ലതാണ്. പക്ഷേ എപ്പോഴും കൂടുതൽ റിസ്ക് എടുക്കാൻ നോക്കരുത്. പലരും കുഞ്ഞു മെഡിക്കൽ സ്റ്റോറിൽ പിന്നെ പനിയുടെ ഗുളിയോ കോൾഡിൻ്റെ ഗുളിയോ ഒക്കെ വാങ്ങിക്കഴിച്ച് ആശ്വാസം കണ്ടതാണ്. പക്ഷെ അതിന് കുറവില്ലെങ്കിൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റായിട്ട് ആരോഗ്യ കേന്ദ്രത്തെ സന്ദർശിക്കേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഒത്തിരി പേർ രോഗബാധിതരാകുന്നതാണ്. അതിൻ്റെ അവസാനം പലരിലും ന്യൂമോണിയയുടെ സിംറ്റംസും കണ്ടെത്തുന്നു. ന്യൂമോണിയ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പല ടെസ്റ്റും പലതും ട്രീറ്റ്മെൻറ്റും കുറച്ച് സമയം നമ്മൾ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കേണ്ട സ്റ്റേജ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കഴിയുന്നതും ചെറിയ അസ്വസ്ഥതകളുണ്ടായി തന്നെ ഉടൻ തന്നെ ഡോക്ടറിനെ കാണുക. ചെറിയ ചികിത്സയിൽ കൂടി അതിനെ ഭേദമാക്കാൻ പറ്റും. മറിച്ച് അതില്ലെങ്കിൽ നാം പോണത് മറ്റൊരു ലെവലിലേക്കായിരിക്കും. അതിൽ എത്തിപ്പിക്കാതിരിക്കുക. അതെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സമയനഷ്ടവും ആരോഗ്യത്തിന് നഷ്ടവും ഒപ്പം സാമ്പത്തിക നഷ്ടമുണ്ടാകും. അത് ഒഴിവാക്കുക. ഇത് എല്ലാ പൊതുജനങ്ങളിലും ഒന്നറിയിക്കുക. സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.